എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏത് ടൈപ്പ് വീഡിയോ ആണ് എല്ലാവർക്കും വേണ്ടത്? ഗാർഡനിൽ വേണോ, കിച്ചണിൽ വേണോ? നമുക്ക് ഗാർഡനിൽ പണിയാനാണെങ്കിലും കിച്ചണിൽ പണിയാനാണെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനവും അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യവും വേണം അല്ലേ? ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു വീഡിയോയും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇന്ന് അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഒരു ചെറിയൊരു വീഡിയോ ആണ്. എൻ്റെ ചേച്ചി യോഗ ടീച്ചറാണ്. ഇതിനു മുൻപ് എൻ്റെ ചാനലിൽ ചേച്ചിയുടെ ടോക്ക് ഇട്ടിട്ടുണ്ട്. സാധാരണക്കാരായ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ചേച്ചി ഈ വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. യോഗ ചെയ്യേണ്ട വിധവും അത് ചെയ്താലുള്ള ഗുണങ്ങളും അത് ചെയ്യേണ്ട രീതികളും കൂടുതൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചെങ്കിലും ചെയ്യാനും അങ്ങനെ ചേച്ചി വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും അതിൻ്റെ ഇമ്പോർട്ടൻസും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ചേച്ചിയുടെ പേര് ആനി ആന്റണി, ആലുവയിലാണ്. ചേച്ചിക്ക് അവിടെ യോഗ സെന്റർ ഉണ്ട്. അതുകൂടാതെ ചേച്ചി കോളേജുകളിലും അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളിലും ചേച്ചി പോയി പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ലിസ് ചേച്ചി. ഞാനിവിടെ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ചെറിയ യൂട്യൂബൊക്കെ ആയിട്ട് നേച്ചറും അങ്ങനെ ആരോഗ്യപരമായ കാര്യങ്ങളും ഗാർഡനും ചെറിയ ചാരിറ്റിയും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ കാണുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു. സ്നേഹമുള്ളവരെ, ഇന്ന് ചില ചോദ്യങ്ങളുടെ ഉത്തരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ചിലരൊക്കെ ചോദിക്കുന്ന ചോദ്യം, എല്ലാ ദിവസവും യോഗ ചെയ്യേണ്ട കാര്യമുണ്ടോ ടീച്ചറെ? അല്ലെങ്കിൽ എന്ത് ബെനിഫിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്? കുട്ടികൾക്കൊക്കെ യോഗ ഉപകാരപ്രദമാണോ? എങ്ങനെയാണ് ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്? മറ്റു ഏതെങ്കിലും എക്സസൈസ് ചെയ്താൽ പോരെ? എന്നിങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. എനിക്ക് എൻ്റെ കഴിഞ്ഞ 26 വർഷത്തെ യോഗയുടെ ഒരു അനുഭവത്തിൽ നിന്നും പറയാൻ സാധിക്കുന്നത്, നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലൊരു ആരോഗ്യവും ഒരു ശാന്തതയും ഒരു സന്തോഷവും നല്ലൊരു എനർജിയും ലഭിക്കുന്ന ലളിതമായൊരു വ്യായാമ മുറയാണ് യോഗ. അതായത് ശരീരത്തിന് നല്ലൊരു ഉണർവ് ലഭിക്കുന്നു, ഉണർവും ഉന്മേഷവും ലഭിക്കുന്നു ശരീരത്തിന്. മനസ്സിനാണെങ്കിൽ നമുക്ക് വളരെ ഒരു സ്ട്രെസ് ടെൻഷനൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. ദിവസവും നമ്മൾ യോഗ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ പവറൊക്കെ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പലർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ട്, മെമ്മറി കുറയുന്നു, ഓർമ്മക്കുറവുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ദിവസവും നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ മെമ്മറിയെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ചിലരെ അലട്ടുന്ന പ്രശ്നമാണ് ഉറക്കക്കുറവ്. If you are practicing daily this yoga, you can improve your sleep. നമ്മുടെ ശ്വാസകോശങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡിസോർഡറുകൾ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ബ്രീത്തിങ് എക്സർസൈസിലൂടെ പ്രാണായാമത്തിലൂടെയൊക്കെ ശ്വാസകോശങ്ങൾക്ക് നല്ലൊരു ശക്തി നൽകുന്നു. അതുപോലെ ഹൃദയ സംബന്ധമായ വീക്ക്നെസ്സുകളുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്ന രീതിയിൽ മാത്രം ചെയ്താൽ പോലും നമുക്ക് നമ്മുടെ ബ്ലഡ് പമ്പിങ് നന്നായിട്ട് നടത്തുവാനായിട്ട്, കൂടുതൽ ഓക്സിജൻ ബോഡിയിലോട്ട് പ്രവേശിക്കുമ്പോൾ അതിൻ്റേതായ റിസൾട്ടുകൾ ബോഡിയിൽ മൊത്തം നമുക്ക് ലഭിക്കുന്നതുമാണ്. മാത്രമല്ല നമുക്ക് നമ്മുടെ ചിന്തകളെയൊക്കെ പോസിറ്റീവായിട്ട് വരാനായിട്ട് യോഗ വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഇന്ന് ഒത്തിരി പേര് നെഗറ്റീവ് ചിന്തകളുമായിട്ട് ജീവിതത്തിൽ ഭാരമായിട്ട് നിരാശയോടുകൂടി മുന്നോട്ട് പോകുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് നിങ്ങൾ ദിവസവും ഒന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുക അല്പസമയം. നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനൊക്കെ വരുന്ന റിസൾട്ടുകൾ അത്ഭുതാവഹമായിരിക്കും. അത്രയേറെ കുറച്ച് സമയം നമ്മളിരുന്ന് നമ്മുടെ ശരീരത്തിന് വേണ്ടി, നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചെലവഴിച്ചാൽ തീർച്ചയായും അതിൻ്റേതായ റിസൾട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലാത്ത ഒത്തിരി പേരുണ്ട്. സമയം വെറുതെ കളയുന്നവരുണ്ട്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തവരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഇഫ് യു ആർ പ്രാക്ടീസിങ് ദിസ് യോഗ ഡെയിലി, യു വിൽ ഗെറ്റ് എ ഗുഡ് ഡിസിപ്ലിൻ. അച്ചടക്കം ലഭിക്കുന്നു. കൃത്യമായ ഒരു വഴികളിലേക്ക് നമുക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു.
അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു റെസിസ്റ്റൻസ് പവർ നമുക്ക് ലഭിക്കും യോഗ ചെയ്താൽ. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ അസുഖം പൂർണ്ണമായിട്ടും മാറുമോ ടീച്ചർ എന്ന്. തുടക്കത്തിലേ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്കതിനെ കുറച്ച് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇഫ് യു ആർ പ്രാക്ടീസിങ് ദിസ് യോഗ ഡെയിലി. കാരണം അത്രയേറെ റിസൾട്ടുകളുണ്ട്. ഇന്നത്തെ ഈ ജീവിതശൈലി രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളൊക്കെ മാത്രമല്ല ഒരുപാട് അസുഖങ്ങളുണ്ട്. അതിനെയൊക്കെ അല്പം കൺട്രോൾ ചെയ്യാനായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് ഈ യോഗ കൊണ്ട് വളരെയേറെ ഉപകാരപ്പെടും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ഒത്തിരി സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി പലതരത്തിലുള്ള രോഗങ്ങളുള്ളവർക്ക് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല റിസൾട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഒരടക്കം ചിട്ടയും ഉണ്ടാകുവാനായിട്ട് നമ്മൾ അല്പസമയം കണ്ടെത്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒരുപാടൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒന്നോ രണ്ടോ, ഇനി രണ്ടും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒരു ആസനയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സെലക്ട് ചെയ്ത് ഡെയിലി നിങ്ങൾ മുടങ്ങാതെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് എടുത്ത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയാൽ, നിങ്ങളുടെ ഡെയിലി ടൈം ടേബിളിൽ നിങ്ങൾ പെടുത്തിയാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അതൊരു ജീവിതചര്യയായിരിക്കട്ടെ. ഇന്ന് തന്നെ അതിന് തീരുമാനമെടുക്കുക. ഏത് യോഗയാണ് ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇരുന്നും നിന്നും കിടന്നും ഒക്കെ ചെയ്യാൻ പറ്റുന്ന യോഗ ആസനങ്ങളുണ്ട്, പ്രാണായാമങ്ങളുണ്ട്, സൂര്യനമസ്കാരമുണ്ട്, മെഡിറ്റേഷനുണ്ട്, റിലാക്സേഷൻ ടെക്നിക്കുകളുണ്ട്. ഏതാണോ നിങ്ങൾക്ക് ഉചിതം, ഏതാണോ നിങ്ങൾക്ക് അനിവാര്യമെന്ന് തോന്നുന്നത് കണ്ട് സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു അധ്യാപകനോട് ചോദിച്ചിട്ടോ നിങ്ങളത് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും അതിൻ്റേതായ റിസൾട്ടുകൾ ഉണ്ടാകും. എന്തെല്ലാം റിസൾട്ടുകളാണെന്നിപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ടതെല്ലാം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക, എൻജോയ്മെൻറ്റോടുകൂടി ചെയ്യുക, ആസ്വദിച്ച് ചെയ്യുക. അപ്പോഴാണ് യോഗയ്ക്ക് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.